നമസ്കാരം. എത്ര സൂക്ഷിച്ചാലും അപകടം പതിയിരിക്കുന്ന കേന്ദ്രങ്ങൾ. കേരളത്തിലെ വെടിക്കെട്ടുപുരകളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ അഗ്നിബാധയും സ്ഫോടനവും ഉണ്ടാകുന്നത് കേവലം അന്തരീക്ഷത്തിലെ ചൂടുകൊണ്ട് മാത്രമായിരിക്കില്ല. മിക്കപ്പോഴും പുറമേ നിന്നുള്ളൊരു തീപ്പൊരിയോ അമിതമായ ഘർഷണമോ രാസവസ്തുക്കളുടെ അശ്രദ്ധമായ കൈകാര്യം ചെയ്യലാണ് ഇതിലേക്കൊക്കെ നയിക്കാറുള്ളത്. തൃശ്ശൂരിൽ വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ച് 13-ലധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയും മരണം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇനിയും മൃതശരീരങ്ങളൊക്കെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളത് ഇതിനു മുൻപുള്ള ആ പ്രദേശത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. എങ്ങനെയാണ് വെടിക്കെട്ടുപുരകൾക്ക് തീപിടിക്കുന്നതെന്നുള്ളത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നും തെറിച്ചു വീഴുന്ന തീപ്പൊരികളോ വിളക്കുകളിൽ നിന്നോ മറ്റോ ഉണ്ടാകുന്ന തീപ്പൊരികളോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെടിക്കോപ്പുകളിൽ പതിക്കുന്നത് അപകടത്തിന് കാരണമാകാറുണ്ട്. വെടിക്കോപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നിലൊന്ന് ഉരസുന്നത് മൂലമോ തറയിൽ വീഴുന്നത് മൂലമോ ഉണ്ടാകുന്ന ഘർഷണം പെട്ടെന്നുള്ള തീപിടുത്തത്തിന് കാരണമായേക്കാം. കരിമരുന്ന് കൂട്ടുകൾ ഘർഷണത്തോട് വളരെ സെൻസിറ്റീവാണ്. രാസവസ്തുക്കൾ കലർത്തുമ്പോഴോ വെടിക്കോപ്പുകൾ നിരത്തുമ്പോഴോ ഉണ്ടാകുന്ന അശ്രദ്ധ വലിയ സ്ഫോടനങ്ങളിലേക്ക് നയിക്കാം. ഷോർട്ട് സർക്യൂട്ടോ മറ്റു വൈദ്യുത തകരാറുകളോ വഴി ഉണ്ടാകുന്ന സ്പാർക്കുകൾ വെടിക്കെട്ടുപുരകളിൽ തീപടരാൻ കാരണമാകാറുണ്ട്. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് വൈദ്യുതിയും തീപ്പൊരി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന പുരയും തമ്മിൽ കൃത്യമായ അകലം പാലിക്കാത്തതും അനുവദനീയമായതിലും കൂടുതൽ അളവിൽ വെടിക്കോപ്പുകൾ സംഭരിക്കുന്നതും അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതാണ്. സാധാരണയായി കരിമരുന്നുകൾ പൊട്ടിത്തെറിക്കാൻ അന്തരീക്ഷത്തിലെ ചൂട് മാത്രം പോരാ, മറിച്ച് അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഗ്നീഷൻ ആവശ്യമാണ്. എന്നാൽ ഉയർന്ന ചൂടുള്ള അന്തരീക്ഷത്തിൽ രാസവസ്തുക്കളുടെ സ്ഥിരത കുറയുകയും അപകട സാധ്യത കൂടുകയും ചെയ്യുമെന്നും വിദഗ്ധർ പറയുന്നു. ലൈസൻസ് ഉള്ള വെടിക്കെട്ടുപുരകളിൽ മാത്രമേ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാവൂ. അനുവദനീയമായ അളവിൽ കൂടുതൽ കരിമരുന്ന് ശേഖരിക്കരുത് എന്നാണ് നിയമം. പക്ഷേ ഇത് മിക്കപ്പോഴും ലംഘിക്കപ്പെടുന്നു. വെടിക്കെട്ടുപുരകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞത് 250 മീറ്റർ ദൂരപരിധി പാലിക്കണം. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും സംഭരണശാലയും തമ്മിലും കൃത്യമായ അകലം വേണം. സ്പാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാറ്ററികളോ ഓയിൽ ലാമ്പുകളോ വെടിക്കെട്ടുപുരകളിൽ ഉപയോഗിക്കരുത്. ഇലക്ട്രിക്കൽ വയറിംഗ് മെക്കാനിക്കലായി സംരക്ഷിക്കപ്പെട്ടവയാകണം. ലൈറ്റനിങ് കണ്ടക്ടറുകൾ വർഷത്തിലൊരിക്കൽ പരിശോധിക്കുകയും അവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പാലിക്കപ്പെടാറില്ല. ഭിത്തിയും സ്ഫോടക വസ്തുക്കളുടെ ബോക്സുകളും തമ്മിൽ കുറഞ്ഞത് 60 സെന്റിമീറ്റർ അകലം പാലിക്കണം. ബോക്സുകൾ തറയിൽ നിന്നും 2.5 മീറ്റർ ഉയരത്തിൽ കൂടുതൽ അടുക്കരുത്. വെടിക്കെട്ടുപുരയ്ക്കുള്ളിൽ പാക്കിംഗ് പോലുള്ള മറ്റ് ജോലികൾ ഒഴിവാക്കണം. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി വലിച്ചെറിയുകയോ താഴെ ഇടുകയോ ചെയ്യരുത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും കാണികളെ കുറഞ്ഞത് 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡുകൾ വെച്ച് തടയണം. വെടിക്കെട്ട് കൈകാര്യം ചെയ്യാൻ ലൈസൻസ് ഉള്ള കൃത്യമായ പരിശീലനം ലഭിച്ച തൊഴിലാളികളെ മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങി 100 കണക്കിന് നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയുന്ന ആളുകൾക്ക് പോലും അല്ല ലൈസൻസ് ലഭിക്കാറുള്ളത്. പൊട്ടാസ്യം ക്ലോറൈറ്റ് അടങ്ങിയ കരിമരുന്ന് കൂട്ടുകളും വലിപ്പമേറിയ ഗുണ്ടുകൾ അമിട്ടുകൾ തുടങ്ങിയവയും നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിനടക്കം ഇത് പൊട്ടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാറ്റ് കഠിനമായ സമയങ്ങളിൽ പൊതുവെടിക്കെട്ടുകൾ നടത്താൻ പാടുള്ളതല്ല എന്നാണ് ചട്ടം. എന്നാൽ ഇതൊന്നും ആരും പാലിക്കാറില്ല. കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തങ്ങളിലൊന്നായ പുറ്റിങ്ങലിൽ മത്സര വെടിക്കെട്ടിനിടെ ഒരു അമിട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ തീപ്പൊരി പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന കമ്പപ്പുരയിലേക്ക് തെറിച്ചു വീണാണ് അന്ന് വൻ സ്ഫോടനമുണ്ടായത്. ഈ അപകടത്തിൽ 114 പേർ അന്ന് മരിക്കുകയും 350-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ വീണ്ടും വെടിക്കെട്ട് അപകടങ്ങൾ നടക്കുകയാണ്. ഇനി എന്നാണ് നമ്മൾ കണ്ണു തുറന്ന് യാഥാർത്ഥ്യങ്ങളെ കാണാൻ പഠിക്കുന്നത്, നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നത്?